പാലായിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് മണ്ണിനടിയിൽ വലിയ ഗർത്തങ്ങൾ കണ്ടെത്തി. പാലാ പൊൻകുന്ന റോഡിൽ പമ്പ് ഹൗസിന് സമീപമുള്ള നഗരസഭാ ടാക്സി സ്റ്റാൻഡിന്റെ മുൻവശത്താണ് ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു മാസത്തോളമായി കണ്ണാടിയുറുമ്പ് ഭാഗത്തേക്കുള്ള പൈപ്പ് പൊട്ടി വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മണ്ണിനടിയിലേക്ക് താഴുകയായിരുന്നു. വെള്ളം പതിവായി ഒഴുകിയതോടെ മണ്ണും ഒലിച്ചുപോയി ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഇപ്പോൾ റോഡ് വശം വിണ്ടുകയറിയ നിലയിലാണ്. ടാക്സി സ്റ്റാൻഡിലെ ടയറുകളും ഇളകിയ നിലയിലാണ്. റോഡിനടിയിലെ മണ്ണിളകി ഗർത്തങ്ങൾ രൂപപ്പെട്ടത് അപകടങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയിലാണ് ടാക്സി തൊഴിലാളികൾ. മുരിക്കുമ്പുഴ മുനിസിപ്പാലിറ്റിയുടെ അംഗീകൃത ടാക്സി സ്റ്റാൻഡിന് സമീപം പാലത്തിന് സമീപമായിട്ട് PWDയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി കാലങ്ങളായിട്ട് അത് പൊട്ടി ഒലിച്ചുകൊണ്ടിരുന്നിട്ടും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് നടപടി സ്വീകരിച്ചിട്ടില്ല. അതിൽ നിന്ന് മണ്ണൊലിച്ച് അഗാധ ഗർത്തം രൂപപ്പെട്ട് നമ്മുടെ ടാക്സി സ്റ്റാൻഡ് ഉൾപ്പെടെ അതിനുശേഷം പാലാ പൊൻകുന്നം റോഡ് ഉൾപ്പെടെ തകർച്ചയെ നേരിടുകയാണ്. ജീവനും സ്വത്തിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ വലിയ രീതിയിൽ ഭീഷണിയുള്ള ഈ സംഭവം അടിയന്തിരമായിട്ട് പരിഹരിക്കണമെന്ന് ബഹുമാനപ്പെട്ട അധികൃതരോട് ടാക്സി ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. പൊട്ടി പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ നടത്താനായി കുഴിയെടുത്തപ്പോഴാണ് വലിയ ഗർത്തം കണ്ടെത്താൻ കഴിഞ്ഞത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിരുന്നു. എത്രയും വേഗം അടിയന്തരമായി ഇതിന് പരിഹാരമുണ്ടാക്കുമെന്ന് വാർഡ് കൗൺസിലറും വൈസ് ചെയർപേഴ്സണുമായ മായ രാഹുൽ പറഞ്ഞു. പാലത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തെക്കേക്കര ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ടാക്സി സ്റ്റാൻഡ് സമീപമായിട്ട് കുറച്ച് നാളായിട്ട് ഇവിടെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു, കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാമായിട്ട് ഇവർക്കൊരു സംശയം തോന്നി. എന്താ വെച്ചാൽ ഇവിടെ ഒരു നല്ലൊരു ക്രാക്ക് ഫോം ചെയ്തിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ വന്ന് പരിശോധന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ് ഇവിടെ ഒരു പൊട്ടലുണ്ടായിട്ട്, മേജർ ഒരു പൊട്ടലുണ്ടായിട്ട് വെള്ളം അടിയിലോട്ട് ഇറങ്ങി ഈ വലിയൊരു വിള്ളൽ പോലെ ഉണ്ടായി ഒരു ഗർത്തം പോലെ ഫോം ചെയ്തിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റി വാട്ടർ അതോറിറ്റിയെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. MLAയുടെ ഓഫീസിൽ നിന്നും വന്ന് തത്സമയം തന്നെ എല്ലാവിധ വേണ്ടവിധ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് PWDയെ പറഞ്ഞിട്ടും കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയായിട്ട് ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കാമെന്നും ഈ ഗർത്തം മുഴുവനും എവിടേക്ക് ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം പൊളിച്ചു മാറ്റി മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഡേഞ്ചർ എല്ലാം മാറ്റി ഉടൻ തന്നെ നടപടി ചെയ്യാമെന്ന് തീരുമാനമെടുത്തു.